Next, I would like to call Mr. Vijayan George, Supervisor. And finally, I call Mr. Biju Chandran, Contractor. And now, for addressing the vote of thanks, I would like to invite Father Viju Elias, PMGMC Trust Member, Project Manager of Gregory Dialysis Center, Varikoli. I welcome you. തിരുമേനി വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന ബഹുമാന്യരെ, ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സ്മരണ ശാശ്വതീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് വിധത്തിലാണ് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നടക്കുന്നത് എന്ന് മുൻപ് എല്ലാവരും തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഡയാലിസിസ് പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ ഡയാലിസിസിന് വരുന്ന രോഗികൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പരിശോധനകൾക്ക് ശേഷം ഇവിടെ വന്ന് ഡയാലിസിസ് ചെയ്യുവാൻ സാധിക്കുന്ന രോഗികളെ ബഹുമാനപ്പെട്ട ഡോക്ടർ കിഷോർ അവരുടെ നേതൃത്വത്തിലുള്ള സംഘം നിശ്ചയിക്കുന്നതനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഡയാലിസിസിനുള്ള പേഷ്യൻസിനെ തിരഞ്ഞെടുക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിലുള്ളത് എന്നുള്ളത് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. 7 ഡയാലിസിസ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രാരംഭമായി 2 മെഷീൻസ് മാത്രമാണ് ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2 ഡയാലിസിസ് മെഷീനിൽ ഒരു ദിവസം 4 പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യാവുന്ന സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം വേണ്ടിവരുന്ന ഒരു പ്രോസസ്സാണ് ഡയാലിസിസ്. അങ്ങനെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5-5:30 മണി വരെ ആണ് ഇവിടുത്തെ പ്രവർത്തന സമയമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മെഷീൻ 2 പേരെ വെച്ച് 2 മെഷീൻ 4 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ഡയാലിസിസിന് ഒരു പേഷ്യൻറ്റിന് ഏതാണ്ട് കേവലം 2500ഓളം രൂപ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് മുതൽ മുടക്കുണ്ട് എന്നുള്ള കാര്യം അവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡയറക്റ്റായിട്ട് ഇവിടെ വരുന്ന രോഗികളോട് പണം ഈടാക്കുന്ന വാങ്ങുന്ന ഒരു രീതി ഈ ഡയാലിസിസ് സെൻ്ററിനില്ല. എന്നിവരെങ്കിലും സാധാരണക്കാരും പാവപ്പെട്ടവരും നിർധനരുമായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്ന സഹായം
അത് ഈ സെൻറ്ററിൽ ഡൊണേഷനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഒരു രോഗിക്ക് 6 മാസത്തോളം ഫ്രീ ആയിട്ട് ഇവിടെ ഡയാലിസിസ് ചെയ്തു കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അങ്ങനെ മറ്റ് ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഇവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ നിശ്ചയമായും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കൺകറൻസോടുകൂടി വന്നാൽ മാത്രമാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കുന്നു. അതോടനുബന്ധിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിലുള്ള കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സാമൂഹ്യ ആരോഗ്യ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഒരു ഡോക്ടറുടെയും നേഴ്സസിൻ്റെയും സേവനം ഇവിടെ ലഭ്യമാണ്. അത്യാവശ്യ മരുന്നുകൾ സൗജന്യ നിരക്കിലും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആ സേവനം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബാക്കി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഡോക്ടർ അതിൻ്റെ മെഷീൻസിനെ കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചും ഒക്കെ വിദഗ്ധമായി നിങ്ങളോട് ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് വിടുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അഭിനന്ദനായ യുഹാനോൻ മോർ പോളികർപ്പോസ് തിരുമനസ്സുകൊണ്ടാണ്. അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി 1976 പരിമലമാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച കാലം മുതൽ ആ ട്രസ്റ്റിൻ്റെ മെമ്പർ കൂടിയാണ് അഭിനന്ദ തിരുമേനി എന്നുള്ളത് കൊണ്ടും ഈ ട്രസ്റ്റുമായി വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധവും അടുപ്പവും പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഇപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഉത്തരാപോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനുമായി അഭിനന്ദ തിരുമേനി പ്രവർത്തിക്കുന്നു. തിരുമേനി കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും അനുഗ്രഹിക്കുകയും അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. അഭിനന്ദ തിരുമനസിനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും നിങ്ങളെല്ലാവരുടെയും പേരിലും ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ പേരിലും PMGMC ട്രസ്റ്റിൻ്റെ പേരിലും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് അനുസ്മരണം നടത്തി വളരെ അർത്ഥഗർഭമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി. അഭിനന്ദ തിരുമനസിൻ്റെ പ്രഭാഷണത്തിൽ എല്ലാ ആളുകളും വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. തിരുമേനിയുടെ അരുമശിഷ്യനും PMGMC ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും മുംബൈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും അതുപോലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിനന്ദ കൂറിലോസ് തിരുമേനിയുടെ നിർദ്ദേശവും ഉപദേശവും നേതൃത്വവും പ്രോത്സാഹനവും ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും കരുത്തും ബലവുമാണ് എന്നുള്ള കാര്യത്തിൽ പറയുവാൻ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അഭിനന്ദ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അഭിനന്ദനായ ഡോക്ടർ തോമസ് മാർ അത്താനാസിസ് ഉത്തരാപോലിത്ത തിരുമനസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഭിനന്ദ തിരുമേനി ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും അതുപോലെ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെയും ഒക്കെ തലത്തിൽ വളരെ സ്വതന്ത്രമായി ദാർശനിക ബുദ്ധിയോടുകൂടി സഭയിലെ കാര്യങ്ങൾ നോക്കിക്കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും രചനകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വന്യ പിതാവാണ്. ഈ പ്രമിസിസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മെത്രാപോലിത്ത എന്നുള്ള നിലയിൽ കൂടി അഭിനന്ദ തിരുമേനി കൃത്യസമയത്ത് ഇപ്പോൾ കളമശ്ശേരിയിൽ മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കുവാനുണ്ട്. അതിനു മുമ്പ് ഈ പരിപാടിയിൽ വന്ന് കൃത്യസമയത്ത് വന്ന് പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിച്ചു. അഭിനന്ദ തിരുമേനിയോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങളെല്ലാവരുടെ പേരിൽ സമർപ്പിക്കുന്നു. ഈ സെന്ററിൻ്റെ ഓരോ സ്പന്ദനങ്ങളും
വളരെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തിരുത്തലുകളും നൽകി മുഖ്യ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ സെക്രട്ടറി ശ്രീ ജോയ് പി ജേക്കബ് അവറുകൾ. ഇന്ന് രാവിലെയും വളരെ ഹ്രസ്വമായ ഒരു സന്ദർശനം നടത്തി ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ പെട്ടെന്ന് സൂക്ഷ്മതക്കായി കണ്ടുപിടിച്ച് അത് തിരുത്തുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ട് ഈ ചടങ്ങിനായിട്ട് പിന്നീട് മടങ്ങി വന്നത്. ഓരോ സമയത്ത് തിരക്കിട്ട പരിപാടികളൊക്കെ നടക്കുമ്പോഴും ഏത് സമയത്ത് എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിവിടെ ചെന്നാലും വളരെ തന്നെ വളരെ ആദരപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ച് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിന് വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലായ ആളുകളുമായി കണക്ട് ചെയ്ത് ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുവാൻ, ഏറ്റവും വിജയപ്രദമായി കൊണ്ടുപോകുവാൻ എല്ലാ സഹായ സഹകരണങ്ങളും നേതൃത്വം നൽകുന്ന കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോയ് പി ജേക്കബ് അവരോടുള്ള നിസ്സീമമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് പോൾ അവറുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വ്യവസായ സംരംഭമായ രാജ്യാന്തര നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിന്തേറ്റ് ഇൻഡസ്ട്രീസിന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് പോൾ അവറുകൾ ഇപ്പോൾ അദ്ദേഹം പുതിയ ഒരു പദവിയിലേക്ക് കൂടി പ്രവേശിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം നമുക്ക് ഇതിനോട് സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഏലിയാസ് സൂചിപ്പിക്കുകയുണ്ടായി. 2 ഡയാലിസിസ് മിഷൻ ഇപ്പോൾ ഇവിടെ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് നൽകിയിട്ടുള്ള ഡയാലിസിസ് മിഷനാണ്. ഒരു ഡയാലിസിസ് മിഷൻ ഏകദേശം 7 ലക്ഷത്തോളം രൂപ വില വരുന്ന അങ്ങനെ 2 ഡയാലിസിസ് മിഷൻ സിന്തൈറ്റ് ഗ്രൂപ്പ് ഈ ഡയാലിസിസ് സെന്ററിന് ഇതിനോടകം സംഭാവനയായി നൽകിയിട്ടുണ്ട്. മറ്റ് എല്ലാ തരത്തിലുള്ള സംഭാവനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട ജോർജ് പോൾ അവരുകളോടുള്ള നന്ദിയും സ്നേഹവും ഈ ഡയാലിസിസ് സെന്ററിന്റെ പേരിലും PMGMC ട്രസ്റ്റിന്റെ പേരിലും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി ഈ വേദിയിൽ അലങ്കരിക്കുന്നത് കുമാരി ഷാലു കുര്യനാണ്. ഇത്തരം ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ PMG ട്രസ്റ്റിന്റെ ഒരു ഭാഗമാണ് തലക്കോട് സെന്റ് മേരീസ് ബോയ്സും. അവിടെ ഏതാണ്ട് 100ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഒരു സന്തോഷവും ഒരു ആശ്വാസവും ആനന്ദവും ഒക്കെ നൽകുവാൻ തക്കവണ്ണം ഒരു സിനി ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യവും ആഗ്രഹവും ട്രസ്റ്റിന് ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട TP ഏലിയാസ് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ശിഷ്യനായ CM തോമസത്തിന്റെ മകൾ ഇങ്ങനെ വീട്ടില് അമ്മായിയൊക്കെ കാണുന്ന സീരിയലിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവളെ നമുക്ക് വിളിക്കാം, അവളെ കൊണ്ടുവരാം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായ. അങ്ങനെ വിളിച്ച് തിരുവനന്തപുരത്താണ് അവർ താമസിക്കുന്നത്. 7-ാം തീയതി കോഴിക്കോട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുത്തിരുന്നതാണ്. എന്നായിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരു ആതുര സേവന രംഗത്തുള്ള പ്രവർത്തനത്തോടുള്ള സഹകരണം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അത്ര ദൂര യാത്ര ചെയ്ത് 8 മണിക്ക് എറണാകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക് ഇരിക്കേണ്ടതാണ്. എങ്കിലും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഹ്രസ്വമായ വാക്കുകളിൽ നമുക്ക് ഉത്തേജനം പകരുകയും ചെയ്ത കുമാരി ഷാലു കുര്യനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായി നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അറിയിക്കും. അതുപോലെ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവിടെ ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളും ഈ പ്രൊമിസസിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കുന്നത്തുനാട് MLA ആയിരിക്കുന്ന ശ്രീ VP സജീന്ദ്രൻ അദ്ദേഹത്തിന് ഇന്ന് കുടുംബമായി വൈക്കത്ത് ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അതിന് പോകുന്നതിന് മുമ്പായി ഒരു 3:45 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ വരികയും ഈ സ്ഥലമൊക്കെ നടന്ന് കാണുകയും ഡയാലിസിസ് സെന്ററിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹം പോവുകയുണ്ടായി. ബഹുമാനപ്പെട്ട MLA ശ്രീ VP സജീന്ദ്രനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ആശംസാ പ്രസംഗങ്ങൾ നടത്തി നമ്മെ പ്രോത്സാഹിപ്പിച്ച പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PK വേലായുധൻ അവറുകൾ ഈ സ്റ്റേജിൽ ഉപവിഷ്ടനായിട്ടുണ്ട്. ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായിട്ട് അഭേദ്യമായ ബന്ധം ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാര്യങ്ങളുമായി
ബഹുമാനപ്പെട്ട പ്രസിഡന്റിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ PK വേലായുധൻ അവരോടുള്ള നന്ദി സ്നേഹം ഈ അവസരത്തിൽ പ്രത്യേകമായി ഞങ്ങളെല്ലാവരുടെയും പേരിൽ അറിയിക്കും. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ വാർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീമതി മഞ്ജു വിദ്യാധരൻ. ഇവിടെ ഇരിക്കുന്ന 80% ആളുകൾക്കും സുപരിചിതിയാണ്. അവരുടെ ജീവിതവുമായി നിത്യം ബന്ധപ്പെടുന്ന ഒരാളാണ്. അത് കക്ഷി രാഷ്ട്രീയ വർണ്ണ വിഭാഗ ചിന്താഗതിക്കെല്ലാം അതീതമായി എല്ലാവരോടും വളരെ സേവന സന്നദ്ധതയോടുകൂടി ഇടപെടുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. ജാടകളില്ലാതെ വലിപ്പമില്ലാതെ എല്ലാവരുമായി ഇടപെടുകയും എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീമതി മഞ്ജു വിദ്യാധരൻ. അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഈ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട സലിം ബി രാജൻ അവറുകളാണ്. അദ്ദേഹത്തിന് വളരെ തിരക്കുകളുള്ള ഒരു മനുഷ്യനാണ്. വലിയ തിരക്കിട്ട ബിസിനസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലും ഇതിന്റെ എല്ലാ പ്രവർത്തനവും ഇതിന്റെ ആരംഭം മുതൽ അവസാനം വരെ, ഇന്നലെ മിനിഞ്ഞാന്നും അതിനു മുമ്പുള്ള ദിവസങ്ങളിലുമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇതിന്റെ ഓരോ കാര്യങ്ങളിലും ഇടപെടുകയും ആ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുകയും ഇതിന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഞങ്ങളോടുകൂടെ പല സ്ഥലങ്ങളിലും വരികയും ഒക്കെ ചെയ്ത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന സലിം ബി രാജനോട് ഉള്ള നന്ദി വാക്കുകൾക്ക് അതീതമാണ്, നിസ്സീമമാണ്. ബഹുമാനപ്പെട്ട സലിം ചേട്ടനുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ബാബു പോൾ അവറുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. കോലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയനായ മുഖമുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് ബഹുമാനപ്പെട്ട ശ്രീ ബാബു പോൾ അവറുകൾ. കോലഞ്ചേരി കോളേജിന്റെ ചെയർമാനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ഏത് സമയത്തും എന്താവശ്യത്തിനും എന്ത് നിർദ്ദേശത്തിനും ഉപദേശത്തിനും നമ്മളോട് സഹകരിക്കുകയും പങ്കാളിയാവുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ ബാബു പോൾ അവരോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ബോർഡ് മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് കുര്യാക്കോസ് അവറുകൾ, തലക്കോട് സെന്റ് മേരീസ് ബോയ്സ് ഹോമിന്റെ സ്ഥാപകൻ ഓലി ഗോരപ്പള്ളി OC കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛന്റെ പുത്രനാണ് ശ്രീ ജോർജ് കുര്യാക്കോസ് അവറുകൾ. അദ്ദേഹവും ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ഉദാത്തമായിട്ടുള്ള സംഭാവനകൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ബോർഡിന്റെ ട്രഷററായിരിക്കുന്ന ബഹുമാനപ്പെട്ട KC വിൽസൺ അവറുകൾ, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എന്ന് വേണ്ട അതിന്റെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇന്നും അദ്ദേഹം ഏറ്റവും പിന്നിലായിട്ട് നിന്നുകൊണ്ട് ഈ ചടങ്ങ് വീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട KC വിൽസൺ അവരോടുള്ള നന്ദി സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട അഭിനന്ദ തിരുമനസിന്റെ സഹോദരൻ കൂടിയായ ജോസ് അവറുകൾ ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ആശംസകൾ അർപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസ്റ്റാനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിട്ടുപോയതല്ല, ബഹുമാനപ്പെട്ട ഡോക്ടർ കിഷോർ എസ് ധരൻ വളരെ തിരക്കുള്ള ഒരു നെഫ്രോളജിസ്റ്റാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേഷ്യൻസ് ക്യൂ നിൽക്കുന്നതിനിടയിലും വളരെ മിനിറ്റുകൾ കൊണ്ട് കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുകയും വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതിന്റെ പ്രാരംഭഘട്ടം മുതൽ ഇതിന്റെ കല്ലിട്ട നാൾ മുതൽ ഇതിനെ നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ കിഷോർ എസ് ധരൻ. അദ്ദേഹം ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് ഇനിയും ഈ സെന്റർ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെയും ഉപദേശത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. നിരന്തരമായി ഈ സെന്ററിന്റെ ഓരോ ചലനങ്ങളും അണിനടനങ്ങളും
ആ ബഹുമാനപ്പെട്ട ഡോക്ടറിന്റെ കരങ്ങളിലൂടെയാണ് നടക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഡോക്ടറിനോടുള്ള നന്ദിയും സ്നേഹവും നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കേണ്ടത് ഈ ബോർഡിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട KT ഫിലിപ്പച്ചനാണ്. അച്ഛന് വളരെ തിരക്കിട്ട 2-3 പരിപാടികൾ എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് കൊണ്ട് കൃത്യസമയത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് അറിയിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ബോർഡിന്റെ മുൻ കറസ്പോണ്ടന്റ് കൂടിയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്റെ എല്ലാ സഹകരണങ്ങളും ഉപദേശങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ നാളെ ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സും അതിന്റെ HODയും ഒക്കെ ഉള്ള അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സേവനങ്ങൾ, അവരുടെ ഉപദേശങ്ങൾ ഏത് സമയത്തും അവരെ കാണുമ്പോൾ അതിന് വേണ്ട ഇവിടെ വരികയും അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതിന് വേണ്ട ഫർണിച്ചർ, അതിന് വേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള രൂപരേഖ ഞങ്ങൾക്ക് നൽകി സഹായിക്കുകയും ചെയ്ത കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സിനോടും അതിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞു എങ്കിലും ഈ സ്ഥാപനം ഇത്ര മനോഹരമായി ഇന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 72 വയസ്സിലധികം പ്രായമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛന്റെ ബുദ്ധിയും ശക്തിയും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായ സന്ദർഭത്തിലും അചഞ്ചലനായി നിന്നുകൊണ്ട് ധീരമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ധീരമായി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ധീരമായിട്ട് മുന്നോട്ട് നടക്കുവാനുള്ള പ്രചോദനം നൽകിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛൻ. അദ്ദേഹം ഒരു നല്ല സംഘാടകരാണ്, അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്, പ്രഭാഷകരാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്നാൽ തന്നെയും ഒരു യുവാവിനെ പോലെ യുവത്വം പ്രസരിക്കുന്ന ചൈതന്യത്തോടെ ഓടി നിന്ന് പ്രവർത്തിക്കുവാൻ കഴിവും ശക്തിയും ത്രാണിയുമുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ TP ഏലിയാസ് അച്ഛൻ. അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും വാക്കുകൾക്ക് അതീതമാണ് എങ്കിലും ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ഈ സദസ്സിന് അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇപ്പോൾ ബഹുമാനപ്പെട്ട VM മാത്യൂസ് അച്ഛൻ, ബഹുമാനപ്പെട്ട BB കുര്യാക്കോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട മാത്യൂസ് കാഞ്ഞിരംപാറയിൽ അച്ഛൻ, ബഹുമാനപ്പെട്ട CA പൗലോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോയി തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട മേരിദാസ് സ്റ്റീഫൻ അച്ഛൻ, പോയ ബഹുമാനപ്പെട്ട തോമസ് പോൾ റംബാച്ചൻ, വന്യനായ ജിയോ ജോർജ് മട്ടമ്പേൽ അച്ഛൻ, അലക്സ് ജോർജ് അച്ഛൻ, ഇവിടെ വന്ന മുഴുവൻ വൈദിക സൂരജ് മത്തായി അച്ഛൻ, എല്ലാ വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഇതിനുശേഷം ഒരു ഡോക്യുമെന്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോയിസ് തോട്ടക്കാട് അവറുകൾ. അദ്ദേഹത്തോടുള്ള മലങ്കര TV-യിലൂടെ മലങ്കര സഭയുടെ വാർത്തകൾ വളരെ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോയിസ് തോട്ടക്കാട്. അവർ അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ മുൻനിരയിൽ ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിന്റെ പിന്നാമ്പുറത്ത് ഫിസിക്കലായി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഷാജി J മലയൻ. സലക്കോട് PMGMC ട്രസ്റ്റിന്റെ സ്ഥാപനങ്ങളുടെ മാനേജർ കൂടിയാണ് അദ്ദേഹം. എല്ലാ മാനേജറുടെ കാര്യങ്ങളും ഡയറക്ടറുടെ കാര്യങ്ങളും മെമ്പർമാരുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിഷ്ഠയായി സൂക്ഷ്മമായി വീക്ഷിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഷാജി J മലയൻ, അതുപോലെ തന്നെ തോമസ്, അതുപോലെ സുബിൻ, അതിന്റെ എല്ലാ പ്രവർത്തനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കിഴക്കമ്പലം ദേറ കോൺവെന്റ് എന്നുള്ളത് അതിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയാണ് അഭിനന്ദനായ ഫിലിപ്പോസ് മാർ തിരുമേനി.
ആ തിരുമേനിയുടെ പേരിലാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ തിരുമേനിയുടെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിൽ കിഴക്കമ്പലം ദേറായിലെ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് സംബന്ധിക്കണമെന്നുള്ളത് അഭിനന്ദ ഗൂറിലോസ് തിരുമേനിയുടെയും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേകമായ താല്പര്യവും ആഗ്രഹവുമായിരുന്നു. അത് അവരെ അറിയിച്ചപ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ എത്തുകയും ഈ ചടങ്ങിൽ ഇതുവരെയും വളരെ ക്ഷമയോടുകൂടി അതിൽ സംബന്ധിക്കുകയും ചെയ്തതിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അറിയിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട്, മറ്റ് ഇലുമിനേഷൻ എല്ലാത്തിനും വേണ്ടി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഭക്ഷണം നൽകിയ കാറ്ററിംഗ് ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ സദസ്സിൽ ആദിയോടന്തം അച്ചടക്കത്തോടെ ക്ഷമയോടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും സ്നേഹവും വാക്കുകൾക്ക് അതീതമാണ്. എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരോടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ഈ പ്രവർത്തനങ്ങളുമായി അല്പമായോ അധികമായോ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരോടും, അത് സ്വദേശത്തും വിദേശത്തും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഇതുമായി സഹകരിച്ച അനേകരുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി വാക്കുകൾക്ക് അതീതമാണ്. സർവേശ്വരൻ അവർക്ക് സർവ്വവിധ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആരോ പ്ലാന്റ് ഫിറ്റ് ചെയ്ത കൊല്ലത്തുള്ള ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന്റെ കാർപ്പന്റേഴ്സ് ആയിരുന്ന ആളുകൾ, ഇതിന്റെ കോൺട്രാക്ടേഴ്സ് ആയിരുന്ന ആളുകൾ, ഇതിന്റെ ടൈല് വിരിച്ച ആളുകൾ, അങ്ങനെ നിരവധി ഇതിന്റെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആരും പിരിഞ്ഞു പോകരുത്. ഇതിനുശേഷം അഭിമന്യ ഡോക്ടർ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമനസിനെ കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഡോക്യുമെന്ററി, 10 മിനിറ്റ് സമയം കൊണ്ട് പൂർത്തിയാകുന്ന ഒരു ഡോക്യുമെന്ററി ഇവിടെ നമ്മൾ ആരംഭത്തിൽ പ്രദർശിപ്പിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. എങ്കിലും അവിടുത്തെ സൂര്യപ്രകാശം കൊണ്ട് അത് കൃത്യമായിട്ട് ആളുകൾക്ക് അത് സംവേദനം ചെയ്യപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവസാനത്തേക്ക് വെച്ചത്. ആ ഡോക്യുമെന്ററി കൂടി എല്ലാവരും കണ്ടതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമാപണത്തോടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Before the end of the day,